മലപ്പുറം എടവണ്ണപ്പാറയിൽ 17-കാരിയുടെ മരണത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത കരാട്ടെ മാസ്റ്റർ സിദ്ദിഖ് അലിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. പ്രായപൂർത്തിയാകാത്ത നിരവധി കുട്ടികളെ സിദ്ദിഖ് അലി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന് അതിജീവിത റിപ്പോർട്ടറിനോട് പറഞ്ഞു. കരാട്ടയുടെ ഭാഗമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ലൈംഗിക ചൂഷണം നടത്തി. താൻ പരമഗുരു ആണെന്നും മനസ്സും ശരീരവും തനിക്ക് സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ചൂഷണം. പരാതി നൽകിയപ്പോൾ പ്രതിയുടെ അഭിഭാഷകൻ പിതാവിനെ ഭീഷണിപ്പെടുത്തിയെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ സഹായിച്ചില്ലെന്നും അതിജീവിത പറയുന്നു. അത് ഞാനവിടെ കളിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് സെക്ഷലി പല അബ്യൂസും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ശരീരത്തിലെ പല ഭാഗത്തും എന്നല്ല മുഴുവൻ ഭാഗത്തും മൂപ്പരെ കൈയെത്തിയിട്ടുണ്ട്. ശരീരവും മനസ്സും കൂടെ കൂടിയിട്ടുള്ള കലയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞതാൽ മാത്രമേ ശരിയായ രീതിയിൽ അധ്യാപനം നടത്താൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുക. എല്ലാ കുട്ടികൾക്കും ഉണ്ട്. പക്ഷേ പറയാത്തത് പേടിച്ചിട്ടാണോ അതോ അറിയാഞ്ഞിട്ടാണോ തിരിച്ചറിയാൻ കഴിയാഞ്ഞിട്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. എല്ലാത്തിനും ഞാൻ പരമഗുരുവാണ്. പരമഗുരുവിനെ അർപ്പണ മനോഭാവമുള്ള കുട്ടികൾക്ക് മാത്രമേ പരമഗുരുവിൻ്റെ സാന്നിധ്യം കിട്ടുള്ളൂ. പരമഗുരുവിൻ്റെ സാന്നിധ്യം കിട്ടിയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് തന്നെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇതാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും പരമഗുരുവാണ്, നമ്മളതിന് നിന്ന് കൊടുക്കണം എന്നുള്ളത് നമ്മളതിന് നിർബന്ധപ്പെടുകയാണ്. കേസിന് പിന്മാറാൻ സിദ്ദിഖ് അലി മാഷിൻ്റെ അഭിഭാഷകനെ എൻ്റെ ഉപ്പേനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഉപ്പേനോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഉപ്പേനെ ഇയാളെ മകന് വളർന്നു വരുന്നൊരു പയ്യനാണ്, ഞാൻ പുറത്ത് പഠിക്കാൻ പോണതാണ്, അതുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്തോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റൂല, വണ്ടി കൊണ്ട് കുത്തിയേ കത്തിയെടുത്ത് കുത്തിയേ ഒന്നും പറയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കേസ് പിൻവലിക്കേണ്ടി വന്നത്. പോലീസുകാർ ഞങ്ങളോട് ഭീഷണിയൊക്കെ വന്നതിന് ശേഷം പോലീസുകാർ പറഞ്ഞത് കേസ് പിൻവലിക്കുന്നത് തന്നെയാവും നല്ലത്, എനിക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നോട് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. കൂടുതൽ പോലീസ് ഉണ്ടായിരുന്നു, ഒരു ലേഡി പോലീസ് ഉണ്ടായിരുന്നു, അവരാണ് സംസാരിച്ചത് മുഴുവൻ. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നെ കണ്ടിക്കണമെന്ന് പോലും എനിക്കറിയില്ല. ഭീഷണി വന്ന സാഹചര്യത്തിൽ മൊഴി മാറ്റി പറയേണ്ടി വന്നു. അഷ്കർ അലി നൽകും വിവരങ്ങൾ. അഷ്കർ, ഇപ്പോൾ ഈ കരാട്ടെ മാസ്റ്റർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ്, വെളിപ്പെടുത്തലാണ് ഈ അതിജീവിത നടത്തുന്നത്. ഒപ്പം അതിനേക്കാൾ ഗുരുതരമായത് ഈ പ്രതിയുടെ അഭിഭാഷകൻ പിതാവിനെ ഭീഷണിപ്പെടുത്തി, അതുകൊണ്ട് അവർ പരാതി പിൻവലിക്കേണ്ടി വന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ പോലീസും ഉൾപ്പെടെ സഹായിച്ചില്ലെന്നു കൂടിയാണ് അവർ ആരോപിക്കുന്നത്. വിനിത, എടവണ്ണപ്പാറയിൽ 17 വയസ്സുകാരി ചാലിയാറിൽ മുങ്ങി മരിച്ചതോടെയാണ്, ഇല്ലെങ്കിൽ അവിടെ നിന്ന് മൃതദേഹം കണ്ടെത്തിയതോടെയാണ് ഇത്തരത്തിലുള്ള ഒരു ദുരൂഹത മുഴുവൻ പുറത്തു വരുന്നത്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കരാട്ടെ മാസ്റ്റർ ഊർക്കാരോട് സ്വദേശിയായ കരാട്ടെ മാസ്റ്റർ സിദ്ദിഖ് അലി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ പോക്സോ കേസിൽ ഇയാൾ റിമാൻഡിലുമാണ്. പക്ഷേ ഈ പ്രതിക്കെതിരെയാണ് ഇപ്പോൾ ഈ കരാട്ടെ മാസ്റ്ററുടെ അടുക്കൽ പരിശീലനത്തിന് പോയിരുന്ന മറ്റു ഈ കുട്ടികൾ കൂടി ഇത്തരത്തിൽ തനിക്ക് ഞങ്ങൾക്കെതിരെയും ലൈംഗിക ഉപദ്രവം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നത്. അതിൽ മുമ്പ് ഇയാൾക്കെതിരെ കേസുമായി മുന്നോട്ട് പോയൊരു അതിജീവിതയാണ് ഇപ്പോൾ റിപ്പോർട്ടറോട് ഇതിലുണ്ടാകുന്ന കാര്യങ്ങൾ മുഴുവൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, പല വിധത്തിലുള്ള ശാരീരിക ഉപദ്രവങ്ങൾക്ക് ഈ പഠിക്കാൻ പോയിരുന്ന ഒട്ടുമിക്ക പെൺകുട്ടികളും ഇരയായിരുന്നു എന്നുള്ളതാണ്. ഈ പല പെൺകുട്ടികളും ഏതോ 8, 9, 10 വയസ്സുള്ള ചെറിയ പെൺകുട്ടികളടക്കം ഇത്തരത്തിൽ ശാരീരികമായും ലൈംഗികമായും ഉപദ്രവിക്കപ്പെടുന്നതിന് ഈ അതിജീവിത പോലും സാക്ഷിയാണ് എന്നുള്ളതാണ്. പരസ്യമായി ഇത്തരത്തിൽ കുട്ടികളെ പല വിധത്തിൽ ചൂഷണം ചെയ്യാൻ ഈ അധ്യാപകൻ നിരന്തരമായി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതിന് ഈ അധ്യാപകൻ പറഞ്ഞിരുന്നൊരു കാര്യം, താൻ ശരീരത്തിൽ സ്പർശിക്കുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതുമൊക്കെ ഈ കരാട്ടെ പഠനത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞായിരുന്നു സ്വകാര്യ ഭാഗങ്ങളിലടക്കം ഈ അധ്യാപകൻ സ്പർശിച്ചിരുന്നത്. മാത്രമല്ല, താൻ പരമഗുരുവാണ്, പരമഗുരു ആയതുകൊണ്ട് തന്നെ ശരീരവും മനസ്സും പൂർണ്ണമായും എനിക്കും സമർപ്പിക്കണം, എന്നാൽ മാത്രമേ കരാട്ടെ പഠനം തുടരാനാവൂ എന്നും ഈ വിദ്യാർത്ഥികളെ ഇയാൾ പറഞ്ഞ് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പല വിധത്തിൽ ഇയാൾ കുട്ടികളെ ചൂഷണം ചെയ്യുന്നു. കുട്ടികളോട് ഈ ക്ലാസ്സിൽ ചേരാൻ വരുമ്പോൾ തന്നെ ആദ്യം ഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് പഠനം ഇത് സാധ്യമാവണമെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ തന്നെ എന്നോട് ഏറ്റുപറയണം എന്ന് പറയും. കുട്ടികൾ അത് പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് കുട്ടികൾ പറയുന്ന നിസ്സാര തെറ്റുകളുടെ പേരിൽ കുട്ടികളെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് തുടർച്ചയായി ലൈംഗികവും ശാരീരികവുമായ ഉപദ്രവങ്ങൾക്ക് ഇയാൾ ഇരയാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഈ 15 വയസ്സുകാരിയായ അതിജീവിത അന്ന് കേസുമായി മുന്നോട്ട് പോവുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തെങ്കിലും നേരത്തെ വിനീത് സൂചിപ്പിച്ചതുപോലെ തന്നെ സിസ്റ്റം പൂർണ്ണമായും പരാജയപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ പ്രതി രക്ഷപ്പെടുകയും വീണ്ടും പല കുട്ടികൾ സമാനമായ രീതിയിൽ പീഡനത്തിന് ഇരയാവേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പരാതിയുമായി മുന്നോട്ട് പോയ പെൺകുട്ടിയെ പ്രതിയുടെ അഭിഭാഷകൻ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ഒന്നുകിൽ വാഹനം ഇടിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ കത്തി പോലുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ടോ പെൺകുട്ടിയെ അപായപ്പെടുത്തുമെന്ന് പെൺകുട്ടിയുടെ പിതാവിനെ, ഈ അതിജീവിതയുടെ പിതാവിനെയാണ് ഈ പ്രതിയുടെ അഭിഭാഷകൻ ഭീഷണിപ്പെടുത്തുന്നത്. പിന്നീട് ഭയപ്പെട്ടുകൊണ്ട് ഈ പെൺകുട്ടിയെ മൊഴി മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഈ മൊഴി മാറ്റുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും കേസിൽ നിയമിതനായ പബ്ലിക് പ്രോസിക്യൂട്ടറോ ഇല്ലെങ്കിൽ ഈ കുട്ടിയെ ഈ അതിജീവിതയെ സഹായിക്കേണ്ട
പോലീസ് തുനിഞ്ഞില്ല എന്ന് മാത്രമല്ല അവരും ആ മൊഴി മാറ്റലിന് കൂടെ നിന്നു കൊടുത്തു, ആ ഭീഷണിക്ക് കൂടെ നിന്നു കൊടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. പോലീസ് പോലും മൊഴി മാറ്റുന്നതാണ് നല്ലത് എന്ന് ഒരു അതിജീവിതയുടെ സാഹചര്യം. അതിജീവിതയുടെ അഭിമുഖമെടുത്ത് സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ പോലീസ് ഏതെങ്കിലും നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? കാരണം ഇയാളിപ്പോൾ കസ്റ്റഡിയിലുണ്ടല്ലോ. അടുത്ത ഘട്ടം അന്വേഷണത്തിലേക്ക് പോകുന്നുണ്ടോ? പോലീസ് അത്തരം നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ടോ? പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? SP ഉൾപ്പെടെയുള്ളവർ എന്താണ് പറയുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടി ഏറെക്കാലമായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മാനസിക സമ്മർദ്ദത്തിനടക്കം മരുന്നുകൾ കഴിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു ഈ അതിജീവിതം. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ ഇടപെടൽ ഇപ്പോൾ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ നിന്ന് DCP യൂണിറ്റിൽ നിന്നുമാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. കുട്ടിയുടെ മൊഴിയെടുത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് ആവശ്യമെങ്കിൽ വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ചൈൽഡ് കമ്മിറ്റി ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിൽ നിന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. വൈകാതെ തന്നെ ഈ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യും. മാത്രമല്ല നമ്മളടക്കം അവർക്ക് മുമ്പോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഉണ്ടായിരുന്ന കേസിൽ അത് കുട്ടിയെ മൊഴി മാറ്റാൻ ഭീഷണിപ്പെടുത്തിയ പ്രതിയുടെ അഭിഭാഷകനും അയാളും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. മാത്രമല്ല പബ്ലിക് പ്രോസിക്യൂട്ടറും ഈ കേസ് അന്വേഷിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമടക്കം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ വീഴ്ച വരുത്തിയത്? കുട്ടി കാണാൻ പോലും തയ്യാറാവാതെ, കുട്ടിക്ക് കോടതിയിൽ മൊഴിയെടുക്കുന്നതിന് സഹായിക്കാൻ പോലും തയ്യാറാവാതെ എന്തുകൊണ്ടാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കം മാറി പ്രതിയുടെ അഭിഭാഷകനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ആ കാര്യത്തിലടക്കം അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ നമ്മളും ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ കേസിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ ഔദ്യോഗിക നടപടികളൊന്നും ആയിട്ടില്ല. ഈ കുട്ടിയുടെ മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാതാപിതാക്കളോട് ഇപ്പോൾ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈകാതെ തന്നെ അതിൻ്റെ നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. ഇത്തരത്തിൽ സിസ്റ്റം ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ചാലിയാറിൽ ഒരു പെൺകുട്ടി മരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ഈ കേസ് എത്തില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതുപോലും ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്തായാലും നിരവധി കുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നതോടുകൂടി തന്നെ ഈ പെൺകുട്ടികളുടെ അടക്കം മൊഴിയെടുക്കുന്ന കാര്യവും പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. വിനീത.